ഹലോ ട്രേഡേഴ്സ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ലേണിംഗ് ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ലേണിംഗ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ട്രേഡേഴ്സ് ആയിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അവർ എന്ത് ചെയ്യും, മാർക്കറ്റിലെ പല രീതിയിൽ വർഷങ്ങളായിട്ട് എടുത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് അവർ മെത്തേഡ്, അവരുടെ ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാണിച്ചു തരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് മാർക്കറ്റിൽ ലോജിക്ക് പരമായിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ആണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, മാർക്കറ്റ് ഒരു ലോജിക്കിന്റെ പുറത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത് അവർ മാർക്കറ്റിനെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷേ ലോജിക്ക് വെച്ച് ട്രേഡ് ചെയ്യുമ്പോഴേക്കും ഈവൻ അവർ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ കൂടുതലും അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ വർക്കാവുക. പക്ഷേ ലോജിക്ക് പരമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴേക്കും നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ലെവൽസ് കാണിച്ചു തരാം. അതായത് ആ ലെവൽസ്, അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് വർക്കാവുന്നത്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, മാർക്കറ്റിൽ ഡേ ബൈ ഡേ നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവൽസ് ആണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ കുറച്ചൊരു 5 6 ലെവൽസേ മാർക്കറ്റിൽ വരുന്നുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ആ ലെവൽസ് വെച്ചിട്ട് ലോജിക് പരമായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം മാർക്കറ്റിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഈ 3 ഇൻഡെക്സ് ആണ് നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. ഈ 3 ഇൻഡെക്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഇൻഡെക്സിലും ഒരേപോലെ കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടി വരും. 3 ഇൻഡെക്സ് ഒരേപോലെ. നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, ട്രേഡിംഗ് ടൈം ഫ്രെയിം. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നമ്മുടെ മെത്തേഡ്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സോ കോൾഡ് ട്രേഡേഴ്സ് പറയുന്ന പോലെ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് പോകുക, ആ ഒരു മെത്തേഡല്ല. ആ ഒരു മെത്തേഡ് വരുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് ലോജിക്ക് പരമായിട്ട് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെവൽസ് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലെവൽസ്, ഏതൊക്കെ ലെവൽസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ ലെവൽസ് വെച്ചിട്ട് മാർക്കറ്റിൽ എങ്ങനെ അത് വർക്ക് ആയിരിക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ലോജിക്ക് പരമായിട്ട് മാർക്കറ്റിൽ വർക്ക് ആകുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ലെവൽസ് ആണ്. ലെവൽസ്, ഫസ്റ്റ് പോയിന്റ് ലെവൽസ്. ലെവൽസ് പഠിക്കാം. അതായത് ലെവൽസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ, ഇതാണ് മാർക്കറ്റ് എന്ന് വെച്ചു. അതായത് ഈ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ എടുത്തിട്ട് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ക്ലോസ് ചെയ്ത പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ ക്ലോസ് ചെയ്ത പോയിന്റിനെ നമുക്ക് മാർക്ക് ചെയ്യാം. കളർ ഒരു റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത് പ്രീവിയസ്, അതായത് മാർക്കറ്റ് താഴത്തുനിന്ന് ഓപ്പൺ ചെയ്തു, ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, മാക്സിമം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് താഴെ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഹയർ ലോയുടെ താഴെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഹയർ ലോയുടെ മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയും. ഇതിന് ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് എവിടെയാണോ അന്നത്തെ ദിവസം ക്ലോസ് ചെയ്ത് അതിന് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് മാർക്കറ്റിൽ. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ മാർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അൺനെസസറി ആയിട്ടുള്ള ലെവൽസിന്റെ ആവശ്യം വരുന്നില്ല ശരിക്കും മാർക്കറ്റിൽ. ക്ലോസിംഗ് പ്രൈസ്, ഇപ്പോൾ ക്ലോസിംഗ് പ്രൈസ് കിട്ടി. ഓക്കെ, അടുത്ത ലെവൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈയും ലോയും ആണ്. ഇതാണ് പ്രീവിയസ് ഡേ ഹൈ. നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം.
അതുപോലെ തന്നെ ഇതാണ് പ്രീവിയസ് ഡേ ലോ. അതായത് പ്രീവിയസ് ഡേ ഹൈ പി ഡി എച്ച് എന്ന് കൊടുക്കാം. പ്രീവിയസ് ഡേ ഹൈ പി ഡി എച്ച്, പ്രീവിയസ് ഡേ ലോ പി ഡി എൽ, പി ഡി എൽ. അപ്പോൾ പി ഡി എൽ പ്രീവിയസ് ഡേ ലോ ഇത്, പ്രീവിയസ് ഡേ ഹൈ ഇത്. ഓക്കെ, അത് രണ്ടും. അപ്പോൾ മേജർ ആയിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്തു. പിന്നെ വരുന്ന ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ബൗൺസിങ് ലെവലാണ്. അതായത് ബൗൺസിങ് ലെവൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ പ്രീവിയസ് ഡേ ഹൈ ഉണ്ടോ, ഈ പ്രീവിയസ് ഡേ ഹൈയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈന്ന് ഒരു എം പാറ്റേൺ പോലെ, ഇങ്ങനെ ഒരു എം പാറ്റേൺ പോലെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ തന്നെ ഒരു ബൗൺസിങ് ലെവലായിട്ട് വരും. അതായത് എന്തെങ്കിലും ഒരു ബിഹേവിയർ, ഒരു പാറ്റേൺ, അതായത് മാർക്കറ്റിൽ ഒരു സസ്പീഷ്യൻസ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ഡബ്ല്യു പാറ്റേൺ, ഡബിൾ ബോട്ടം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലോസിംഗ് പ്രൈസും ബൗൺസിങ് ലെവലായിട്ട് വരും. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരേ ലെവലിൽ തന്നെ വരും. ക്ലോസിംഗ് പ്രൈസും ബൗൺസിങ് ലെവലും ഒരേ ലെവലിൽ തന്നെ വരുന്ന സിനാരിയോസ് ഉണ്ട്. അപ്പം ബൗൺസിങ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബൗൺസ് ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബൗൺസിങ് മാത്രമല്ല, ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്ന ഒരു എം പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം കറണ്ട് ഡേയിൽ തന്നെ. അപ്പം ഇതിനൊക്കെയാണ് ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്. ബൗൺസിങ് ലെവൽ ഓർത്ത് വെക്കുക. അപ്പം ഇങ്ങനെയുള്ളതൊക്കെയാണ് ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്. ബൗൺസിങ് ലെവൽ കറക്റ്റ് ഇപ്പം ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ബൗൺസിങ് ലെവൽ ഒന്നും വരുന്നില്ല. ഇപ്പം ഈ ഒരു ലെവൽ കണ്ടു, ഇത് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ, ഇവിടെ നിലവിൽ ബൗൺസിങ് ലെവലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മാർക്കറ്റ് ഒരു ട്രെൻഡ് പിടിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബൗൺസിങ് ലെവൽ വരുന്നില്ല. അതുപോലെ തന്നെ താഴത്തേക്കും ഈ കൺസോളിഡേറ്റ് ചെയ്യുന്ന ടൈമിലാണ് അവിടെ ബൗൺസിങ് ലെവൽസിന് ഇമ്പോർട്ടന്റ് വരുന്നത്. അതായത് ഡേ ബിഫോർ ഡേ ഒരു 3 ദിവസം ബാക്ക് ഉള്ള മാർക്കറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് ബൗൺസ് ലെവൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബൗൺസിങ് ലെവൽ പോകെ പോകെ മുന്നോട്ട് നമ്മുടെ ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എവിടെയാണ് എങ്ങനെയാണ് ബൗൺസിങ് ലെവൽ വർക്ക് ചെയ്യുന്നത്. മേജർ ആയിട്ടുള്ള ലെവൽസ് ഇത്, ഇത്രയും ലെവൽസ് പോയിന്റ് എടുക്കുക. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ക്ലോസിംഗ് പ്രൈസ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് റൗണ്ട് നമ്പേഴ്സ്. ഈ ഇവിടെ നോക്കിയാൽ 25,500 എന്നുള്ള ലെവൽ കണ്ടോ, ഇതാണ് റൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഓർത്ത് വെക്കുക, 500ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന ലെവൽസ് ആണ് റൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ 500ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന ലെവൽസ് റൗണ്ട് നമ്പേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇത്രയും ലെവൽ കിട്ടി. അതായത് പ്രീവിയസ് ഡേ ഹൈ, റൗണ്ട് നമ്പർ, ക്ലോസിംഗ് പ്രൈസ്, പ്രീവിയസ് ഡേ ലോ. പിന്നെ ഉള്ളത് ബൗൺസിങ് ലെവൽ. അതായത് 1, 2, 3, 4, 5 ലെവൽസ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് എന്നുള്ള മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓർത്ത് നോക്കുക, 5 ലെവൽസ് മാർക്കറ്റിൽ. ആ ഒരു ദിവസത്തെ മാർക്കറ്റ്, അതായത് ഇത് ഇപ്പോൾ 21st ആണ് നോക്കിയാൽ കേട്ടോ, 21st. ഈ 21st മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞിട്ട് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ, അതായത് കറണ്ട് ഡേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ ഈ പ്രീവിയസ് ഡേയിലെ ഇത്രയും ലെവൽസ് നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ മാർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിങ് ഫൈൻഡ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയും ലെവൽസ് ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ഹൈ, ക്ലോസിംഗ് പ്രൈസ്, റൗണ്ട് നമ്പേഴ്സ് എന്ന് ബൗൺസ് ലെവലിൽ പറഞ്ഞു പോകത്തുള്ളൂ. ബൗൺസ് ലെവൽ ഞാൻ കൃത്യമായിട്ട് പറയാം, അത് നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് പറയാം. ബാക്കിയുള്ള ലെവൽസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഫസ്റ്റ് വീഡിയോ തന്നെ മനസ്സിലാക്കി എടുക്കുക. അതായത് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഡേ ഹൈ, അതായത് പ്രീവിയസ് ഡേയിൽ തന്നെ മാർക്കറ്റ് ഒരു മാക്സിമം എത്രമാത്രം മുകളിലേക്ക് പോയിട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഹൈ ആയിരിക്കും പ്രീവിയസ് ഡേ ഹൈ. അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തേക്കുന്നത് അതായിരിക്കും ക്ലോസിംഗ് പ്രൈസ് പ്രീവിയസ് ഡേയിൽ. പിന്നെ റൗണ്ട് നമ്പേഴ്സ് 25,500, 25,000, 26,000, 26,500 ഇങ്ങനെയുള്ള ലെവൽസാണ് റൗണ്ട് നമ്പേഴ്സ്. പിന്നെയെന്ന് വെച്ചാൽ പ്രീവിയസ് ഡേ ലോയും പിന്നെ ബൗൺസിങ് ലെവൽ. ഇത്രയും ലെവൽസാണ് നമ്മൾ സിമ്പിളാണ്. ഇത്രയും ലെവൽസാണ് മാർക്കറ്റിൽ നമ്മൾ മെയിനായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കറണ്ട് ഡേയിൽ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലെവൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും കറണ്ട് ഡേ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ഇത്രയും ലെവൽസ് നമുക്ക് കിട്ടി. ഇനി ഈ ലെവൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ലെവൽസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ തന്നിട്ട് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. അതായത് തുടക്കം തന്നെ എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്യേണ്ടതും ആ ലെവൽസ് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ആവുന്നുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ബാക്കി 21st മാർക്കറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ് 21st മാർക്കറ്റ് വെച്ചിട്ട്. അതായത് നോക്കുക, 21st മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മാർക്ക് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? പ്രീവിയസ് ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. പ്രീവിയസ് ഡേ ലോ, ഇതാണ് പ്രീവിയസ് ഡേ ലോ. പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. പിന്നെ മാർക്ക് ചെയ്യേണ്ട റൗണ്ട് നമ്പർ ആണ്. ഇവിടെ എവിടെയെങ്കിലും റൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉണ്ട് റൗണ്ട് നമ്പർ, ഇതുണ്ടോ 25,000. യെസ്, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു. പിന്നെ എന്താ മാർക്ക് ചെയ്യേണ്ടത്? ക്ലോസിംഗ് പ്രൈസ്. ഇതാണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിന്റെ ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതാണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ക്ലോസിംഗ് പ്രൈസ്. നമുക്ക് ക്ലോസിംഗ് പ്രൈസ് ആയി, പ്രീവിയസ് ഡേ ഹൈ ആയി, ക്ലോസിംഗ് പ്രൈസ് ആയി, പ്രീവിയസ് ഡേ ലോ ആയി, റൗണ്ട് നമ്പർ ആയി. പിന്നെ നമുക്ക് വേണ്ടത് ബൗൺസിങ് ലെവലാണ്. ഈ ബൗൺസിങ് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കാണിച്ചു തരാം. അതായത് ഈ മാർക്കറ്റ് കണ്ടോ, ഇത് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ആണ്. ഈ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ഇതുവരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല. എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് കറണ്ട് ഡേയിൽ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കീ ലെവലായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ കാണുന്ന ലെവല്, ഈ കാണുന്ന ക്ലോസിംഗ് പ്രൈസ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ആണ്. അതായത് 20th ക്ലോസിംഗ് പ്രൈസ് ആണ്. പക്ഷേ ഈ ക്ലോസിംഗ് പ്രൈസ് ഇതുവരെ മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടില്ല. ഈവൻ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, രണ്ടിലും ഇതുവരെ ആക്ട് ചെയ്തിട്ടില്ല. അതായത് ക്ലിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇത് ബൗൺസിങ് ലെവലായിട്ട് നമ്മൾ കണക്കാക്കും. ഇങ്ങനെയാണ് ബൗൺസിങ് ലെവൽ നമ്മൾ മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൗൺസിങ് ലെവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യാം. റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ബൗൺസിങ് ലെവൽ കിട്ടി. ഇവിടെ എന്തൊക്കെ കിട്ടി നോക്കുക. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ക്ലോസിംഗ് പ്രൈസ്, റൗണ്ട് നമ്പർ, ക്ലോസിംഗ് പ്രൈസ്, കറണ്ട് ഡേയിലെ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസ്, ബൗൺസിങ് ലെവൽ. അതായത് 1, 2, 3, 4, 5 ലെവൽസ്. ഈ 5 ലെവൽസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടി. ഇനി നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ലെവൽ മാർക്ക് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക, പ്രീവിയസ് ഡേ ഹൈ, ബ്ലാക്ക് കൊടുക്കാം, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ക്ലോസിംഗ് പ്രൈസ്, അതുപോലെ തന്നെ ഇതുണ്ട്. ഇത് ഡേ ബിഫോർ ഡേയിലെ ക്ലോസിംഗ് പ്രൈസ് ആണ്. അത് അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ട് അത് എന്ത് ചെയ്യും, ബൗൺസിങ് ലെവലായിട്ട് വരും. അപ്പോൾ 1, 2, 3, 4 ലെവലാണ്. ഇനി ഒരു റൗണ്ട് നമ്പറും കൂടെ വേണം. ഇവിടെ എവിടെയാണ് റൗണ്ട് നമ്പർ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. നിയർ ബൈ എവിടെയെങ്കിലും റൗണ്ട് നമ്പർ ഉണ്ടോ നോക്കാം. മുകളിലും താഴെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് 55,500. ഇത് റൗണ്ട് നമ്പർ. ബാങ്ക് നിഫ്റ്റിയിലുമായി സെൻസസ് ഉണ്ട്. സെൻസസ് നമുക്ക് വഴിയെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഒരു ആദ്യം 2 ഇൻഡെക്സ് എങ്ങനെ ഒരുമിച്ച് അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇവിടെ നോക്കുമ്പോഴേക്കും, പ്രീവിയസ് ഡേയിൽ നോക്കുമ്പോഴേക്കും, നമ്മൾ ട്രേഡ് ചെയ്യാൻ എപ്പോഴും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസസിലും ആയിക്കോട്ടെ ട്രേഡ് ചെയ്യാൻ വരുമ്പോഴേക്കും എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് പ്രീവിയസ് ഡേയിൽ, അതായത് ക്ലോസ് ചെയ്ത ഡേയിൽ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഉള്ളത്, പ്രീവിയസ് ഡേയിൽ എങ്ങനെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ഡേയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്
പ്രീവിയസ് ഇയർ എങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കുക. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ 3 ഇൻഡെക്സ് നമ്മൾ ഒരുപോലെ ഇത് മനസ്സിലാക്കി വെക്കണം. പ്രീവിയസ് ഇയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രീവിയസ് ഇയർ എങ്ങനെ ക്ലോസ് ചെയ്യുന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കി വെക്കുക. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ കറന്റ് ഡേയിൽ ട്രേഡ് ചെയ്യാൻ വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റ് നോക്കുക, പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിങ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു. ബോത്ത് ഇൻഡെക്സ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ചെറുതായിട്ട് ഡൗൺ സൈഡ് മൂവ്മെന്റ് നിന്ന് ഏകദേശം കൺസോൾട്ടേഷനിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ബുള്ളിഷും അല്ല ബെയറിഷും അല്ല അപ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും അല്ല എന്നുള്ള സിനാരിയോയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി വെക്കുക. അതായത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു. ഇതുപോലെ മാർക്കറ്റ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇതുപോലെ സെയിം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും സെല്ലിങ് വരുവാണെങ്കിൽ അത് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം മാർക്കറ്റ് പ്രീവിയസ് ഡേയിലെ മൂവ്മെന്റ് മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. പ്രീവിയസ് ഡേയിലെ മാർക്കറ്റ് ഒരിക്കലും മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ ഒരു സൈക്കോളജി ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് അത് ഒന്നെങ്കിൽ മാർക്കറ്റ് നല്ല നെഗറ്റീവിൽ പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല പോസിറ്റീവിൽ പോകും. ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു സെന്റിമെന്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ അപ്പം മാർക്കറ്റ് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ മൊമെന്റം ശ്രദ്ധിക്കുക, പിന്നെ ക്ലോസ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ അത് നോക്കുമ്പോഴേക്കും പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ഉണ്ട്. അതായത് 20th ക്ലോസിംഗ് പ്രൈസിന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസിന് മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അതായത് ബിഫോർ ക്ലോസിംഗ് പ്രൈസ് എത്തുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സായി, മാർക്കറ്റ് ഡൗൺ വന്നു, വീണ്ടും റിവേഴ്സായി മാർക്കറ്റ് ഇവിടെ വന്ന് ഫ്ലാറ്റ് ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് അതുകൊണ്ടാണ് നമ്മളിവിടെ ബൗൺസിങ് ലെവലായിട്ട് ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. അതിന്റെ നിയർ ബൈ എന്ത് ആക്ടിവിറ്റി നടന്നാലും അവിടെ ബയേഴ്സ് ആണ് ആക്ടിവേറ്റ് ആവുന്നത്. ഈവൻ മാർക്കറ്റ് മുകളിലാണെങ്കിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും, താഴെയാണ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒരു ലെവലിൽ, അതായത് ഈ പോയിന്റിൽ ബോത്ത് ഇൻഡെക്സ് ഈ ഒരു ലെവലിൽ രണ്ട് ഇൻഡെക്സും ഈവൻ സെൻസെക്സ് ആണെങ്കിൽ പോലും ഇത് കണ്ടോ, സെൻസെക്സ് ആണെങ്കിൽ പോലും സെൻസെക്സിന്റെ ആക്ടിവിറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി സെൻസെക്സ് ആണ് ഇത് കണ്ടോ, കറക്റ്റ് ഈ ഒരു ലെവലിൽ സെൻസെക്സിൽ കണ്ടോ മാർക്കറ്റ് താഴെ വന്നു റിവേഴ്സായി, റിവേഴ്സായി മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ആക്ടിവിറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു കീ ലെവൽ, നമ്മുടെ കീ ലെവൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈ ലോയ് ക്ലോസിംഗ് പ്രൈസ് റൗണ്ട് നമ്പർ, ഈ കീ ബൗൺസിങ് ലെവൽ, ഈ കീ ലെവലിന്റെ മുകളിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും അവിടെ മുകളിലാണെങ്കിൽ അവിടെ ബയേഴ്സും താഴെയാണെങ്കിൽ ഇവിടെ സെല്ലേഴ്സുമാണ് മാർക്കറ്റിൽ അന്നത്തെ ദിവസം ആക്ടിവേറ്റ് ആകുന്നത്, കൂടുതലും ആക്ടിവേറ്റ് ആകും. അപ്പോൾ നമുക്ക് വേണ്ടത് ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആരുടെ ആക്ടിവിറ്റിയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ നോക്കുമ്പോൾ ബോത്ത് ഇൻഡെക്സിൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അന്നത്തെ ദിവസം ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ബയേഴ്സ് സ്റ്റിൽ ആക്ടിവേറ്റ് ആണ്, മാർക്കറ്റിൽ ബയേഴ്സ് സ്ട്രോങ് ആണ്. ഉണ്ടോ, ഇവിടുന്ന് ബയേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റിനെ റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബയേഴ്സ് സ്ട്രോങ് ആണ്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയേ. അപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ മൂന്ന് ഇൻഡെക്സിലും ബയേഴ്സ് അറ്റ് ടൈമിൽ ഒരു ലെവലിൽ നിന്ന് തന്നെ, അതായത് ക്ലോസിംഗ് പ്രൈസ് എന്നുള്ള 20th ക്ലോസിംഗ് പ്രൈസ് എന്ന ലെവലിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആണെങ്കിൽ മൂന്ന് ഇൻഡെക്സിൽ ഒരുപോലെ അവിടെ ക്ലോസിംഗ് പ്രൈസിൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് ഡേയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ മൊമെന്റം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് നല്ല ഫോൾ തന്നേക്കുന്നുണ്ട്, ഈ ഒരു ഹെവി ഫോൾ തന്നേക്കുന്നുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോൾ വന്നേക്കുന്നത് എന്നുള്ള റീസൺ ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. നമ്മുടെ ട്രേഡിംഗ് ലോജിക് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ലോജിക്. അതായത് എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയും ഫോൾ വന്നിരിക്കുന്നു, എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയും അപ്പ് ആയിരിക്കുന്നു, റീസൺ, പ്യുവർ റീസൺ വിത്ത് ലോജിക്ക് ക്ലിയർ ആണ്. എന്തുകൊണ്ട്, അതായത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. കാരണം ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇത് ക്ലോസിംഗ് പ്രൈസ് ആണ്, നമ്മുടെ കീ ലെവലാണ് ക്ലോസിംഗ് പ്രൈസ്, അവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. മൂന്ന് ഇൻഡെക്സിലും അറ്റ് ടൈമിൽ ഇത് നിഫ്റ്റി, ഇത് ബാങ്ക് നിഫ്റ്റി, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സെൻസെക്സ് കണ്ട, മൂന്ന് ഇൻഡെക്സിലും ഒരേപോലെ ഒരു ലെവലിന് മുകളിൽ
കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയിൽ വരുമ്പോൾ മാർക്കറ്റ് ഡെഫിനറ്റ്ലി അവരെ ഗ്രാബ് ചെയ്തിരിക്കും. അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്തിരിക്കും. കാരണം അതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് പല ലെവൽസിലായിരിക്കും ബയേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കുക. ഈവൻ 25,000 ബിലോ മാർക്കറ്റ് കട്ട് ചെയ്താലായിരിക്കും അവർ എക്സിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ അതുപോലെ തന്നെ 55,000 ബാങ്ക് നിഫ്റ്റിയിൽ 55,500 എന്നുള്ള ലെവലിൽ ഈ ഒരു റൗണ്ട് നമ്പർ ഇതിന്റെ താഴെയായിരിക്കും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അത് ട്രിഗർ ആകാൻ മാർക്കറ്റ് ഡെഫിനറ്റ്ലി താഴത്തേക്ക് വരും. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുവാണെങ്കിൽ സെൻസെക്സിന് 81,500 എന്നുള്ള ലെവലുണ്ട്. ചിലപ്പോൾ അതിന്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം സ്റ്റോപ്പ് ലോസ് എവിടെ വേണേലും വരാം. അപ്പം ഈവൻ ഏറ്റവും സേഫർ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഉണ്ടായിരിക്കുക എന്ന് പറയാൻ പറ്റുക ഈ റൗണ്ട് നമ്പറിന്റെ താഴെയായിരിക്കും. മനസ്സിലായോ? അതായത് റൗണ്ട് നമ്പറിന്റെ താഴെയായിരിക്കും. അപ്പം നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണം ടാർഗറ്റ് റൗണ്ട് നമ്പറിന് താഴെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ടാർഗറ്റ് വെക്കാം. കാരണം ബോത്ത് ഇൻഡെക്സിലും നമുക്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യും, 3 ഇൻഡെക്സിലും ഒരേപോലെ ബയേഴ്സിനെ പ്രീവിയസ് ഡേയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഡേയിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി അവരെ ഗ്രാബ് ചെയ്യും. 3 ഇൻഡെക്സിലും ഒരേപോലെയാണ് മാർക്കറ്റിൽ എടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരു ഇൻഡെക്സിലാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ബയേഴ്സിനെ ഗ്രാബ് ചെയ്യാനോ അവരെ സ്റ്റോപ്പ് ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ 3 ഇൻഡെക്സിലും ഒരേ മൊമെന്റം അറ്റ് എ ടൈമിൽ കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി മാർക്കറ്റ് അവരെ എന്ത് ചെയ്യും, അവരെ ഗ്രാബ് ചെയ്യും. ആ ഗ്രാബിംഗ് ആണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ്പപ്പിൽ ഫ്ലാറ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫ്ലാറ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൊമെന്റം ആണ് വന്നേക്കുന്നത്. ഈ ഡ്രാസ്റ്റിക് മൊമെന്റത്തിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ചെറുതായിട്ട് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ ആ ഒരു മൊമെന്റ്. ഈവൻ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എവിടെ നിന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നോക്കുക. മാർക്കറ്റ് ഒരു ലെവലിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ എടുക്കാം. ഇവിടെ ഈ ഒരു ഹോൾഡിങ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷൻ. കാരണം മാർക്കറ്റ് ക്ലിയർ ആണ്. ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് മാർക്കറ്റിൽ ഹെവി ആയിട്ട് താഴെ ഉള്ളതെന്നുള്ള കാര്യം ക്ലിയർ ആണ്. എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത് ആ സൈഡിലേക്കായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് താഴത്തേക്കാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, താഴെയാണ് വരുന്നത്. അപ്പൊ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് താഴെയാണ്, അവർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ. എപ്പോഴും ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് താഴെ ഉള്ളതെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആണ് ബയേഴ്സ് ആണ് മാർക്കറ്റിൽ, ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് എവിടെ എൻട്രി എടുക്കാൻ പറ്റുക, ഇവിടെ. അതായത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഹോൾഡിംഗ് കണ്ടുകൊണ്ട്, അതായത് ഈ കൺസോളിഡേഷൻ, ഈ ചെറിയൊരു കൺസോളിഡേഷൻ ഉണ്ടോ, ഈ കൺസോളിഡേഷൻ കണ്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാം. കാരണം 55,500 മുകളിലാണ് കൺസോളിഡേഷൻ വന്നേക്കുന്നത്. 55,000 മുകളിൽ ഈ ചെറിയൊരു കൺസോളിഡേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. കാരണം ഓൾറെഡി ബയേഴ്സ് താഴെ അവൈലബിൾ ആണ്. അവരെന്ത് ചെയ്യും, മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതനുസരിച്ച് അവർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. കാരണം അവരുടെ സ്റ്റോപ്പ് ലോസ് കവർ ആകാൻ വേണ്ടി അവർ പുതിയ പൊസിഷൻ ആഡ് ആകാൻ നോക്കും. ആ പുതിയ പൊസിഷൻ ആഡ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, മാർക്കറ്റ് താഴത്തേക്ക് വരും. അവരുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും ഹിറ്റ് ചെയ്യും. അപ്പോൾ അവർ മാക്സിമം അവരുടെ ലോസ് കവർ ചെയ്യാൻ വേണ്ടി പൊസിഷൻ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതുകൊണ്ടാവും വീണ്ടും അവർ പൊസിഷൻ ആഡ് ചെയ്യും, ബയേഴ്സ് ആക്ടിവേറ്റ് ആകും, അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും, വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും, അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും. ഇതാണ് മാർക്കറ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ മൊമെന്റം ഉണ്ടാവുക. അപ്പം എന്ത് ചെയ്യും, ഇവിടെ 3 ഇൻഡെക്സിൽ ഒരേപോലെ ബയേഴ്സിന് ഒരു ലെവലിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പണിംഗിൽ തന്നെ അവരെ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഹണ്ട് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആയി. നമുക്ക് ഈ ഒരു മൊമെന്റം കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. കാരണം ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹണ്ട് ചെയ്യാനുള്ള പോക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റി അറ്റ് ടൈമിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ടൈമിൽ നിഫ്റ്റി എവിടെയാണ്, നിഫ്റ്റി 25,000 എന്നുള്ള ലെവലിന്റെ മുകളിൽ തന്നെയാണ്. അപ്പം ഈ ലെവലിന്റെ മുകളിൽ നിന്ന് മാർക്കറ്റ് എന്തായാലും റിവേഴ്സ് ആകത്തില്ല. കാരണം അതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ അവിടുന്ന് വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഇവിടുന്ന് വീണ്ടും ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഈ ബയേഴ്സിന്റെ എന്ത് ചെയ്യും, ബയേഴ്സിന് വീണ്ടും മാർക്കറ്റ് പ്രോഫിറ്റ് കൊടുക്കും. കാരണം അങ്ങനെ പ്രോഫിറ്റ് മാർക്കറ്റ് ഡയറക്റ്റ്ലി കൊടുക്കില്ല. കാരണം ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് താഴെ അവൈലബിൾ ആണ്. ഇതിന്റെ താഴെ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ബയേഴ്സും 3 ഇൻഡെക്സിലും ഒരേപോലെ ആക്ടിവേറ്റ് ആണ്. ക്ലോസിംഗ് പ്രൈസിന്റെ, അതായത് 20th ക്ലോസിംഗ് പ്രൈസിന്റെ താഴെ. ഓക്കെ, അപ്പം അവരുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം അവർ എക്സ്റ്റെൻഡ് ചെയ്യുക 25,000 റൗണ്ട് നമ്പേഴ്സ് നോക്കും.
മാർക്കറ്റിലെ റൗണ്ട് നമ്പേഴ്സ് ഇതുപോലുള്ള റൗണ്ട് നമ്പേഴ്സ് നോക്കിയിട്ട് അവിടെയായിരിക്കും മാക്സിമം അവർ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ റൗണ്ട് നമ്പർ ക്ലിയർ ചെയ്യാതെ ഒരിക്കലും അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ എക്സിറ്റ് ചെയ്യാതെ പക്ഷേ അവരുടെ ലിക്വിഡിറ്റി മാർക്കറ്റിലുണ്ട്. ആ ലിക്വിഡിറ്റി മാർക്കറ്റ് ക്ലിയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് മാർക്കറ്റ് ഹോൾഡ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നമുക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ക്യാൻഡലിൽ നിഫ്റ്റിയിൽ എടുക്കാം, സെൽ സൈഡിലേക്ക് പോവാം, ബാങ്ക് നിഫ്റ്റിയിൽ സെൽ സൈഡിൽ പോവാം. സെൻസെക്സ് നോക്കുവാണെങ്കിൽ സെൻസെക്സ് കണ്ടോ, സെൻസസിൽ നമുക്ക് സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസ് ഡയറക്റ്റ്ലി ഒന്ന് സെൻസസിൽ 81,500 എന്നുള്ള ലെവൽ ടാർഗറ്റ് വെക്കാം. ആ ലെവൽ ക്ലിയർ ചെയ്യുന്നതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ഈ ഒരു ലെവലിൽ ചെറിയൊരു ഹോൾഡ് കാണുമ്പോൾ ഈവൻ ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് വേണം നമുക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ലെവലിൽ നിന്ന് ഈ ഒരു ക്യാൻഡിൽ അതായത് ഹോൾഡ് കൺസോൾട്ടേഷൻ കണ്ടുകൊണ്ട് നമുക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലെവൽ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അധികം കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, ഒരു ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആകുന്നത്. ഇതാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസത്തെ അനാലിസിസ് വെച്ചിട്ട് 3 മാർക്കറ്റും കമ്പയർ ചെയ്തിട്ട് ക്ലിയർ കട്ടായിട്ട് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ച് തരാം. അപ്പോൾ ഇത് 20 സെക്കൻഡിലെ ആണ് മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്ത്. ഇനി അങ്ങോട്ട് ഓരോ ഡേ ബൈ ഡേ ഉള്ള മാർക്കറ്റ് ആഫ്റ്റർ ഇഒഡി നമുക്ക് 20 സെക്കൻഡിലെ ആണ് മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്ത്. ഇനി അങ്ങോട്ട് ഓരോ ഡേ ബൈ ഡേ ഉള്ള മാർക്കറ്റ് ആഫ്റ്റർ ഇഒഡി നമുക്ക് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് ആ മാർക്കറ്റ് അന്നത്തെ ദിവസം വർക്ക് ആയതെന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഓക്കെ ട്രേഡേഴ്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.